നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സഖാവ് പറഞ്ഞും പ്രയോഗിച്ചും പദം വന്ന വാക്കാണ്. എന്നാൽ ആ വാക്കിന് പുതിയ സൗരഭ്യം പകർന്നുകൊണ്ടുള്ള ഒരു കവിതയെ മുൻനിർത്തിയുള്ള JB ജംഗ്ഷനിലേക്കാണ് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നത്. ആ കവിതയുടെ ആവിഷ്കാരത്തിന് ഭാഗവാക്കായ 3 പേര് JB ജംഗ്ഷനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. ആര്യ സാം, ഒരു പരിഭ്രമം ഉണ്ടാ? ചെറുതായിട്ട്. എന്തിനാ പരിഭ്രമം? ആദ്യമായിട്ട് ഇത്ര വലിയ ഷോ ഇല്ല. പരിഭ്രമം തന്നെ മുഖത്ത് കാണുന്നില്ലല്ലോ. എനിക്കൊരു വളരെ കൂളായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? സഖാവ് ആരും ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ വേറെ ഏതോ രൂപത്തിലാണല്ലോ ഇയാളെ കണ്ടത്. എന്ത് പറ്റി? ഞാൻ വിചാരിച്ചു ഇയാള് മുടിയൊന്നും കെട്ടാറില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് പിന്നെ എങ്ങനെയാണുള്ളത്? ഇതുപോലെ തന്നെ ഈ ആര്യ ദയാൽ എന്നുള്ള കുട്ടിയെ കേരളത്തിലുള്ള ഒരുപാട് പേര് അറിയാൻ കാരണമായ, അല്ലെങ്കിൽ അതിന് നിമിത്തമായ ഒരു കവിതയാണ്. കവിത സാം എഴുതിയതാണെന്നാണ് സാം അവകാശപ്പെടുന്നത്. പക്ഷെ അതിന്റെ അവകാശികൾ ഇനിയും ഉണ്ട്. എന്റെ മുഖത്ത് നോക്കിയിട്ട് വന്നിട്ടാണോ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞത്? ഈ തർക്കത്തിൽ ആരും പങ്കെടുക്കുന്നില്ലല്ലോ. പങ്കെടുക്കുന്നില്ല. ആരെഴുതിയാലും നമ്മൾ ആലാപനം നടത്തി. നമുക്ക് ഈ കവിതയോട് കൂടിയിട്ട് നമുക്ക് ഈ ഷോ ആരംഭിച്ചു. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുവൻ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. നാളെ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? സമയ ഈ ആലാപനത്തിൽ താങ്കൾ തൃപ്തനാണോ? അതെ. ഈ കവിത എഴുതിയ സമയത്ത് ഇത് ഈ രീതിയിൽ ആലാപിക്കുമെന്നും കുറെ ആൾക്കാർ പാടുമെന്നും ഒക്കെ വിചാരിച്ചിരുന്നോ? ഇത്രയും പേര് കേൾക്കുന്ന വിചാരിച്ചില്ല. അതിന്റെ ഒരു അഹങ്കാരം ഒന്നും ഇപ്പം സാമിനില്ല. ഇത്രയും പേര് ഈ പാട്ടുകൾ കേൾക്കുന്നു. ആര്യ അപ്ലോഡ് ചെയ്തതൊക്കെ യൂട്യൂബിൽ ആൾക്കാർ കേൾക്കുന്നു. ഒരുപാട് ക്യാമ്പസിലെ കുട്ടികൾ ഈ പാട്ടുകൾ വീണ്ടും പാടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കവി എന്ന നിലയിൽ സമയം വലിയ സന്തോഷം കാണുന്നതാണ്. മുൻനിര കവികളുടെ പാട്ടുകൾ പോലും, കവിതകൾ പോലും ഇങ്ങനെ പാടാത്തൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ പണ്ടൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒക്കെ കവിത ഇങ്ങനെ ക്യാമ്പസുകളിൽ മുഴങ്ങിയ പോലെ, അതിനുശേഷം ഒരു ഇൻസ്റ്റന്റ് ഹിറ്റ് എന്ന് പറഞ്ഞ പോലെ സിനിമാ പാട്ടുകളുടെ പ്രത്യേക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കവിത ക്യാമ്പസുകളിൽ അലയടിക്കുന്നു പറയുമ്പോൾ കുറച്ചുകൂടി തലയൊക്കെ ഉയർത്തി ഈ കടാവി. ഒരു വികാരമില്ല. അയാൾ വളരെ എളിമയുള്ള ആളാണ്. ആരും കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിലെ ഏറ്റവും എളിമയുള്ള ഒരു വിദ്യാർത്ഥി ഈ സാം മാച്ചൂർ വിദ്യാർത്ഥിയാണ്.
സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. സാം, ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്താണ്? 2012 ഇത് എഴുതുന്നത്. 2010 മുതലാണ് CMC പഠിക്കുന്നത്. 2010 മുതൽ ഞാനവിടെ CMS കോളേജിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കവിത വന്നിട്ടുണ്ട്. കവിത എഴുതാനായിട്ട് തോന്നിച്ചൊരു കാര്യം, അന്നേരം ഒരു പ്രണയം തോന്നി. സാമിന് പ്രണയം ഉണ്ടായിരുന്നു? ഇല്ല, ഒരാളോട് പ്രണയം തോന്നി. സാമിന് ഒരാളോട് ഒരു പ്രണയം തോന്നി. അയാളെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും, ആ കുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള വിദ്യ ഈ വരികൾ മാത്രമാണ്, വാക്കുകൾ മാത്രമാണ്. SFI-കാരിയായിരുന്നോ? അല്ല അല്ല, KSU-കാരിയായിരുന്നു. പാർട്ടി ഒന്നും ഇല്ലാത്ത, രാഷ്ട്രീയം ഇല്ല. അപ്പൊ SFI-യിലേക്ക് ഒരാളെ കൂടി ചേർക്കാൻ വേണ്ടിയുള്ള പ്രണയമായിരുന്നു? അങ്ങനെയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടു ഒരാളെ. ആ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് അത്ര മതിപ്പായില്ല. ഇല്ല. എന്നിട്ട് അപ്പൊ പിന്നെ അടുത്ത നമ്മുടെ വിദ്യയായിരുന്നു ഒരു കവിത എഴുതാൻ. കവിത എഴുതി? ഒരു കവിതയല്ല, 4 കവിത എഴുതി. 4 കവിത. ചോരയിൽ ചാലിച്ച കവിതകളായിരുന്നു എല്ലാം. എന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓരോരോ കവിത. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഈ കവിതകളെല്ലാം. ഈ പറഞ്ഞ പോലെ ഉറങ്ങാത്ത രാത്രികൾ എഴുതി കൂട്ടിയതാണ്. അവിടെ ഹോസ്റ്റലിന് കൊണ്ട് ടെറസ് ഒക്കെ ഉണ്ട്. ടെറസ്, പിന്നെ രാത്രിയിൽ റൂമിൽ അങ്ങനെ ആരും ഉറങ്ങാറൊന്നുമില്ല. നിങ്ങളുടെ ക്യാമ്പസിൽ ആരും ഉറങ്ങാറില്ല? ഹോസ്റ്റലിൽ ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേക ടൈം ഒന്നുമില്ല. ലൈറ്റ് ഒരിക്കലും ഓഫ് ആകുന്നില്ല. ഇല്ല, ഫ്രീഡം ഉണ്ട്. മറ്റു കുട്ടികളൊക്കെ മറ്റു കാര്യങ്ങളിൽ തമാശയൊക്കെ പറഞ്ഞ് വ്യാപൃതരായിരിക്കുന്ന സമയത്ത് ആര്യ കേൾക്കൂ, ഇദ്ദേഹത്തിന് ഈ വൈറസ് വന്നടിച്ചതുകൊണ്ട്, ഈ പ്രണയം അടിച്ചതുകൊണ്ട് ഇദ്ദേഹം ഉറങ്ങാതെ ഈ ഹോസ്റ്റലിന്റെ ടെറസിൽ പോയി കവിതകൾ എഴുതി തുടങ്ങി. അങ്ങനെ എഴുതിയ 4 കവിതകളിൽ ഒന്നാണിത്. അതെ. എന്തൊരു ത്യാഗം. അപ്പോൾ ഈ കവിതയുമായിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പോകുന്നു അല്ലെ? സാം പോകുന്നു. പോയിട്ട് ഈ കുട്ടിക്ക് കൊടുത്തോ? ആ ദിവസം വരില്ല, പിന്നെ 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. എന്താണ്? 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൊല്ലി കേൾപ്പിച്ചു. എങ്ങനെയാണ് സാം ചൊല്ലിയത് നോക്കട്ടെ. അതിന്റെ സാമിന്റെ ആ ഒരു ശബ്ദവീജികൾ എന്താണെന്നുള്ളത് ആ കുട്ടി ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടാവും. കേക്കട്ടറാ. അതെ, ഏറ്റവും തീഷ്ണമായ 2-3 വരികളില്ലാത്ത അത് പടറോ സാമേ, നോക്കട്ടെ. എത്ര കാലങ്ങളായി ഞാനീടത്തെത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി. എത്ര കാലങ്ങളായി ഞാനീടത്തെത്ര പൂക്കാലം എന്നെ തൊടാതെ പോയി. നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞു വസന്തം. നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേരിൽ പൊടിഞ്ഞു വസന്തം. നീ തനിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീതപുഷ്പങ്ങളാറിക്കിടക്കുന്നു. നീ തനിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീതപുഷ്പങ്ങളാറിക്കിടക്കുന്നു. നാളെ ഈ പീതപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ? കാരിരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുടിക്കണം. കാരിരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എന്റെ പൂവിൻ ഗന്ധം കുടിക്കണം. നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീതപുഷ്പങ്ങളൊക്കെ തൊടുത്തതും. നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീതപുഷ്പങ്ങളൊക്കെ തൊടുത്തതും. ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത്. ആയുധങ്ങളാണല്ലോ സഖാവേ നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത്. നാളെ ഈ പീതപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി, കൊല്ലം മുഴുക്കെ ജയിലിലാണോ?
കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ. ടെറസിൽ നിന്നെഴുതിയ 4 കവിതകൾ, അതിലൊന്ന് ഈ പറഞ്ഞ നാളെ നിന്റെ ചങ്കില് ഈ മരമായി ഞാൻ ജനിക്കുമെന്നുള്ള വരികൾ കൂടി ഉൾപ്പെടുത്തിയ ഈ കവിത 3 ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഈ വരികളെല്ലാം വായിച്ച് കേൾപ്പിച്ചു. എന്തായിരുന്നു പ്രതികരണം? ഇന്നത്തെ പോലെ താല്പര്യമില്ല. ആര്യ, സാധാരണ ഇതിൽ ഈ 4 കവിതയൊക്കെ ഒരാൾ കഷ്ടപ്പെട്ട് എഴുതി കേട്ട് കഴിഞ്ഞാൽ ഒരു അനുഭാവം കാണിക്കുമോ പെൺകുട്ടികള്? തീർച്ചയായും കാണിക്കണ്ട. ഞാനാണെങ്കിൽ ട്യൂൺ ചെയ്യും. പക്ഷെ ഇയാളുടെ ക്യാമ്പസ് മാറിപ്പോയി. ഇയാൾ ബ്രണ്ടൻ കോളേജിലായിരുന്നെങ്കിൽ സംഭവം നടന്നേരും, അതല്ലേ അല്ലേ ഉദ്ദേശിച്ചേ? തീർച്ചയായും ഒരു ട്യൂണിങ് നടന്നേരും. അപ്പൊ നിന്നെ ട്യൂൺ ചെയ്യാൻ ആ കുട്ടി തയ്യാറായില്ല. എനിക്ക് പുതിയ പദങ്ങളൊക്കെ എനിക്ക് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ട്യൂണിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ട്യൂണിംഗ് എന്ന് പറയുന്നത് എന്താണ് സമയം? ട്യൂണിങ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതിന് എന്താ പറയണേ? വളയുക. അതെ. അപ്പോൾ പിന്നെ ട്യൂൺ ചെയ്യാൻ പറ്റിയില്ല. അവള് ട്യൂൺ ചെയ്തില്ല അല്ലേ? അങ്ങനെയല്ലേ പറയാം? വളഞ്ഞില്ല, അവള് വളഞ്ഞില്ല. ഓക്കെ. അതോടുകൂടി കവിത മാറുന്നു. ഈ കവിതയുടെ പിന്നെ ഉദ്ദേശത്തിൽ തകർന്നു. ഉദ്ദേശം തീർന്നു. അതായത് ഈ പ്രപ്പോസലില്, അതായത് പ്രണയം പറയാൻ വേണ്ടിയിട്ട് എഴുതിയുണ്ടാക്കിയ കവിതകളായിരുന്നു. അതിനുശേഷം ഈ കുട്ടി ഒരു ചെറിയൊരു കൗതുകരമായ ചോദിച്ചു. ഈ കവിതയൊക്കെ വളരെ ഹിറ്റായി, ഇപ്പോൾ പലരും പാടുന്നു. ആര്യയെപ്പോലുള്ള കുട്ടി പാടി, നവമാധ്യമങ്ങളിൽ വളരെ ഹിറ്റായി, ചർച്ചയായി. അത് കഴിഞ്ഞ് ഈ കുട്ടി ഇത് കേട്ടോ? കേട്ടിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. നിനക്കിപ്പോഴും ആ കുട്ടി ഇങ്ങനെ മനസ്സിന്റെ ഏതോ കൂടുതൽ ഇങ്ങനെ കിടന്ന് കരടുന്നുണ്ടല്ലേ? ഉണ്ട്. തരിപ്പുണ്ടോടാ? അവിടെ തന്നെ ഉണ്ട്. ക്യാമ്പസ് തന്നെ ഉണ്ടോ? ഇല്ല, അല്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെയുണ്ട്. ഓ, ഈ അനശ്വര പ്രണയത്തിൽ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആര്യ, ഈ സാം മാറ്റി പറയുന്ന അത്ര ശരിയല്ല എന്ന് ചില ആൾക്കാരെ പറയുന്നു. ഇവനത് അടിച്ചു മാറ്റി കവിതയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ സാം പറയുന്നു സാമിന്റെ ഹൃദയം ഉരുക്കിയെടുത്ത് ഉണ്ടാക്കിയ കവിതയാണെന്ന് അല്ലേ? ഹൃദയം ഉരുകിയെടുത്തുണ്ടാക്കിയതല്ലേ? പക്ഷെ അങ്ങനെ അല്ലെന്ന് പറയുന്നവരുണ്ട്. നമുക്കൊരു ആരോഗ്യകരമായ ചർച്ചയല്ലേ ഇത്? എന്തായാലും ഈ വരികളാണ് നമുക്ക് ഈ ഷോയിലൂടെ കുറച്ചുകൂടി സമൃദ്ധമാകാൻ. അതുകൊണ്ട് ആര് വന്നാലും നല്ല അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളാണെങ്കിൽ, ആരോഗ്യകരമായ സംവാദങ്ങളാണെങ്കിൽ അത് ഈ കവിതയെയും ക്യാമ്പസുകളെയും അതുപോലെ ഇത്തരത്തിലുള്ള കവിതകളെയും പരിപോഷിപ്പിക്കാൻ മാത്രമേ അത് വഴിവെക്കൂ. നമുക്ക് ജനാധിപത്യപരമായിട്ട് ഒരാളെ കൂടെ വിളിച്ചാലോ? നമുക്ക് വരട്ടെ ഒരാൾ. ഈ സാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കുറച്ചു മുമ്പ് പറയാൻ പ്രതീക്ഷ കേട്ടോ? അതായത് ഉറക്കമില്ലാത്ത രാവുകളിൽ ഹോസ്റ്റലിന്റെ ടെറസിൽ ഇരുന്ന് ഹൃദയം ഉരുക്കി ഉണ്ടാക്കിയ 4 കവിതകളിൽ ഒരു കവിതയാണ് ഈ സഖാവ് എന്നുള്ള കവിത. ചെർപ്പളശ്ശേരി ഇരുന്നുകൊണ്ട് ഒരു കുട്ടി പറയാണ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് സാറിനോട് ഈ വിഷയത്തില് ആധികാരികമായി സംസാരിക്കാനുള്ളത്, സാം മാത്യു എ ഡി എന്ന് പറയുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങളെന്ത് കമ്പനിയാക്കുക എന്നുള്ളതാണ് പറയും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സാമിനെ ഇന്ന് ഈ വേദിയിൽ വെച്ചാണ് കാണുന്നത്. ഒരു വട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അതല്ലാതെ മുൻ പരിചയമൊന്നും എനിക്കില്ല. ചെർപ്പളശ്ശേരിയിലെ വീട്ടിക്കാട് എന്ന് പറഞ്ഞ കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് രാവിലെ 8 മണിക്ക് ബസ് കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആനമങ്ങാട് സ്കൂളില് ബസ് ഇറങ്ങുന്ന എനിക്ക് ഒരിക്കലും ഇത്രയും ദൂരം വന്ന് ഇന്ന് സാറിന്റെ മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എന്റെ സത്യം തെളിയിക്കണം. ഞാൻ ക്ഷണിച്ചോണ്ടല്ലേ വന്നത്? അതെ, സാർ ക്ഷണിച്ചപ്പോൾ ഞാൻ വന്നത് അതുകൊണ്ട് മാത്രമാണ്. പ്രതീക്ഷ വരില്ലായിരുന്നല്ലോ. സാർ ക്ഷണിച്ചപ്പോൾ ഞാൻ വന്നത് അതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു കവിത അതെന്റെയാണ്. പ്രതീക്ഷ നമ്മളിതിലേക്ക് വരുവാണ്. എന്താ കാരണം വെച്ചാൽ ഇത് ഒരു സൗഹൃദത്തിന്റെ വേദിയാണ്. നിങ്ങളിപ്പോൾ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന ഈ ക്യാമ്പസിന്റെ എല്ലാ ധാരകളിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളൊക്കെ ഇപ്പോൾ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെയൊക്കെയാണ് ഞാൻ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോരാൻ. അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ക്യാമ്പസിന്റെ ഒരു പ്രതലത്തിലേക്ക് നമുക്ക് നോക്കാം. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ.
കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ വരട്ടെ ഒന്നും കൂടി. സഖാവ് എന്ന കവിത ഞങ്ങൾക്ക് വേണ്ടി അത് എഴുതി അത് പാടി ഞങ്ങളിലെത്തിച്ച നിങ്ങൾക്ക് ഹൃദയത്തോടെ ചേർത്ത് നമ്മളുടെ 1000 ഹൃദയാഭിവാദ്യങ്ങൾ. സന്തോഷമായ ഒരുപാട് ഒരുപാട്. ഈ ഷോയ നിങ്ങളെ വിളിച്ചത് ഇതിനു വേണ്ടിയാണ്. അതിനിടയിൽ ഒരുപക്ഷെ കാണാത്ത നിങ്ങൾ ആൾക്കാരെ 3 പേരും കണ്ടിട്ടുണ്ടാവില്ല പരസ്യം അല്ലേ? കാണാത്ത 3 ദിക്കിൽ നിന്ന് വന്ന ആൾക്കാരെ ഒരുമിച്ചൊരു സോഫയിൽ ഇരുത്തി ഇന്ന് ഒരു കാൽപ്പനികതയുടെ ഭാവം പോലെ അതേസമയം വലിയൊരു സന്ദേശം പ്രതിദാനം ചെയ്യുന്ന വരികളുടെ അർത്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ പ്രതീക്ഷ ചെർപ്പളശ്ശേരിയിലെ ഒരു എന്താ പറഞ്ഞ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വന്ന് തറച്ച അയ്യോ സർ ഞാനതല്ല പറഞ്ഞത്. അങ്ങനെന്തോ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ചെറുപ്പശ്ശേരിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് എന്റെ വീട്. ഒരു കുഞ്ഞു ഗ്രാമം, അധികം വികസനമൊന്നും ഇല്ലാതെ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ നിന്ന് മനസ്സിൽ ഉച്ചളം കേട്ടോ, ഇതൊക്കെ ഒരു സിനിമയുടെ ഒരു പ്ലോട്ടാണിത്. ഓക്കെ, ഞാൻ എന്നും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ +2 എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ വല്ലപ്പോഴും പോയിരുന്നുള്ളൂ. ഞാൻ എന്നും പോകുന്ന കുട്ടിയാണ്. എന്നും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഞായറാഴ്ച ഉണ്ടോ ക്ലാസ്? ഇല്ല, ഞായറാഴ്ച ഇല്ല. അങ്ങനെ പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ഇന്നും എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അതൊക്കെ മുടക്കി ഞാൻ ഇന്ന് ഈ വേദിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്നെ ചോദ്യം ചെയ്യുന്ന, എന്നെ സംശയിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ചുറ്റും. ജീവിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം. ഈ ഏതോ മോഹൻലാലിന്റെ സിനിമയിൽ കേട്ടൊരു ഡയലോഗാണല്ലോ. അത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലെപ്പോഴും ഓർത്ത് വെക്കുമല്ലോ ഓരോ വരികളും. ഞാനിപ്പോ ഇന്നിവിടെ നിൽക്കുന്നത് എന്നെ സംശയിക്കുന്ന ഒരുപാട് പേർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയൂ. ഈ കവിത എന്റെയാണ്, എന്റെ സ്വന്തമാണ്. എന്റെ സ്വന്തമാണ്. ഇവിടെ എന്റെ സ്വന്തം പറഞ്ഞ ആൾ ഇവിടെ ഇരിപ്പുണ്ട് തൊട്ടപ്പുറത്ത്. അതായിക്കോട്ടെ. ഈ കവിത എന്റെ മാത്രമാണ്. കൂട്ടിച്ചേർക്കപ്പെട്ട 6 വരികൾ ഒഴിച്ചു കഴിഞ്ഞാൽ സാം പറഞ്ഞ പോലെ, സാം പറഞ്ഞു ഇത് സാമിന്റെ ചോരയാണെന്ന് പറഞ്ഞു. കൂട്ടിച്ചേർക്കപ്പെട്ട 6 വരികൾ മാറ്റി. സാമിന്റെ ചോരയല്ല, സാമിന്റെ ഹൃദയം ഉരുക്കിയതാണെന്നാ പറഞ്ഞു. അയ്യോ, ഹൃദയം ഉരുക്കിയതാണെന്ന് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കവിത എഴുതാനുണ്ടായ കാരണവും അത് വളരെ വ്യത്യസ്തമായ കാര്യം. ക്യാമറ നമ്മുടെ CMS ക്യാമ്പസിൽ നിന്ന് ചെർപ്പളശ്ശേരിയിലെ 100 ഗ്രാമുള്ള ആ ഗ്രാമത്തിലേക്ക് നമ്മൾ മാറി. ഇവിടെ ഈ പറഞ്ഞ CMS ക്യാമ്പസിൽ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയം തുടങ്ങുന്ന സമയത്ത് അവളെ പ്രണയത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ് എഴുതിയ വരികളാണ്. പ്രതീക്ഷ പക്ഷേ ചെറിയ കുട്ടിയായിരുന്നു. എത്ര 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്. എന്താണ് സാമ്യ ഇങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ മുട്ടിട്ട കവിതയാണ്, സ്വന്തമാണ് എന്ന് പറയുമ്പോൾ സാം എങ്ങനെ പ്രതികരിക്കും? ആരോഗ്യപരമായിട്ട് നീ കുറച്ച് പിന്നിലാണ്, അവിടെ ശ്രദ്ധിച്ചോളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ കവിത, ഇങ്ങനൊരു കവിത വന്നതിൽ തെറ്റുണ്ടാവില്ല. പക്ഷെ സഖാവ് എന്ന കവിത വന്നതിൽ തെറ്റുണ്ടാവും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതല്ല ഇതിലേക്കാളും ഗംഭീര കവിത എഴുതാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രണയത്തെ കുറിച്ചൊക്കെ എന്തിനാണ് ഈ പ്രതീക്ഷ ശിവദാസ് ചിന്തിച്ചു തുടങ്ങിയത്? ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ന് പറയുമ്പോ ആ സമയത്താണ് എന്റെ ഏട്ടൻ ഒറ്റപ്പാലം NSS കോളേജിൽ പഠിക്കുന്നത്. പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ആ സമയത്തും കോളേജില് ABVPയും SFIയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. എന്റെ ഏട്ടനും അത്തരത്തിലൊരു, ഏട്ടൻ നിരപരാധിയാണെങ്കിൽ പോലും ഏട്ടനും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കോളേജിൽ നേടേണ്ടി വന്നു. പിന്നെ ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ പോലും ഒരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലാണ്. തികഞ്ഞ അച്ചടക്കവും പാർട്ടിയും ഒന്നും ഇല്ലാത്തൊരു സ്കൂളായിരുന്നു അത്. അങ്ങനെ ഒരു സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സഖാവും സമരവും വിപ്ലവവും ഒന്നും ആ കുട്ടി വരെ കേൾക്കാൻ പോലും സാധ്യതയില്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് എന്റെ ഏട്ടൻ വഴിയാണ് ഈ വാക്കുകൾ. കാരണം ഏട്ടൻ ഒരു SFIയുടെ പ്രവർത്തകനായിരുന്നു കോളേജില്. ഏട്ടൻ പറഞ്ഞു തന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏട്ടന്റെ അനുഭവങ്ങൾ, കോളേജിലെ സമരങ്ങൾ, സഖാവ് എന്നൊരു വാക്ക്, ആ വാക്കിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാര്, അവരുടെ രീതികള്, അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നിയ തോന്നലുകളെയാണ് ഞാൻ എഴുതിയത്. അല്ലാതെ സഖാവ് എന്ന കവിത 8ാം ക്ലാസ്സിൽ എഴുതിയതാണ്.
ഞാൻ ജീവിതത്തിൽ എഴുതിയതിൽ വെച്ച ഏറ്റവും മഹത്തായ ഒരു കവിതയാണ്, അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ പേരിൽ ഞാൻ അറിയപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എഴുതിയാണെങ്കിൽ എഴുതിയില്ലെങ്കിലും. ഞാൻ ഇതിനകത്ത് പക്ഷം ചേരാൻ പാടില്ല, ഞാൻ നിഷ്പക്ഷനാണ്. ഇതൊരു സഖാവ് എന്നാണ് പേരെങ്കിൽ പോലും 100% കാൽപ്പനിക ഭാവമുള്ള ഒരു കവിതയാണ് അല്ലേ ആര്യ? എന്താ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു കാര്യം ഞാൻ ആര്യയെ കൊണ്ട് ചോദിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നതിലൊരു അസ്വാഭാവികമാണ്. ഇപ്പോൾ പ്രതീക്ഷയെ ഒന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആര്യയോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ ആര്യ എന്തായിരിക്കും ചോദിക്കും? മനസ്സിൽ വരുന്ന പെട്ടെന്ന് ചോദ്യം. കവിതയിലെ ബിംബങ്ങൾ തന്നെ ചോദിക്കാം. കവിതയിലെ വരി ഞാൻ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രകൃതി വരുന്നുണ്ട്, പല വികാരങ്ങൾ വരുന്നുണ്ട്, ക്യാമ്പസ് ലൈഫ് മുഴുവനായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞാൽ മാത്രമേ അതൊക്കെ അതിന്റെ ഒരു മുഴുവൻ ഇത് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആര്യ ചോദിച്ചതാണ്. ഈ തർക്കത്തിൽ ആരെയും പങ്കെടുക്കത്തില്ല. പ്രതീക്ഷ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷയുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ എന്താ പറയുക? എന്തുകൊണ്ട് കഴിയില്ല? കാരണം പ്രായം ഒന്നിനും ഒരു കാര്യത്തിനും ഒരു പരിധി നിശ്ചയിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 8ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടായിരുന്നു? 8ാം ക്ലാസ്സിൽ പ്രണയമില്ല. 9ാം ക്ലാസ്സിലുണ്ടായിരുന്നു? പ്രണയമില്ല. 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു? ഇല്ല. 11ാം ക്ലാസ്സിലുണ്ടായിരുന്നു? 11ാം ക്ലാസ്സിന് തോന്നിയിട്ടുണ്ട്. 12ാം ക്ലാസ്സിൽ സാർത്ഥകമാക്കി. എന്താ കറക്റ്റായിട്ടാണ്? അച്ഛനും അമ്മയൊക്കെ ഇവിടെ കൂടെ വന്നിട്ടുണ്ടാ? അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയ കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ചെറിയ പ്രശ്നം അത് കുഴപ്പമില്ല, വിട്ടേക്ക്. ഇതൊന്നും വേറെ ആരും കേൾക്കുന്നില്ല, നമ്മൾ മാത്രമേ കേൾക്കുന്നു. നമ്മൾ മാത്രമേ കേൾക്കുന്നു, അത് മനസ്സിലായി. അതിപ്പോ പ്രണയം എന്നൊക്കെ പറയുമ്പോ ഓക്കെ. അപ്പൊ ഈ ഉപയോഗിച്ച ബിംബങ്ങളൊക്കെ ഒന്ന് ക്യാമ്പസിന്റെ വളരെ സംഘർഷ നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ബിംബങ്ങൾ, അല്ലെങ്കിൽ വളരെ കാൽപ്പനികമായിട്ടുള്ള ഭാവം, പ്രണയത്തിന്റെ ഭാവം, തീഷ്ണമായ പ്രണയം, ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തോ ഒരു സിംഗില്ലായ്മ ഉണ്ടെന്നാണ് ആര്യയെ പോലെ ഈ കാര്യങ്ങളിലൊക്കെ ഗവേഷണം ചെയ്യുന്ന ഒരു കുട്ടി കണ്ടെത്തുന്നത് അല്ലെ? അങ്ങനെയല്ലേ ആര്യ? എന്നാലും കുറച്ച് സാധാരണ തോന്നുന്ന ഒരു സംശയം. ഓക്കെ. എന്റെ ചേച്ചി ചേച്ചി ഒരിക്കല് ഈ ഒരു സമയത്ത് തന്നെ, ഞാൻ ചെറിയ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് തമാശക്ക് പറഞ്ഞ കാര്യമുണ്ട്. ഞാനിപ്പോ നിന്റെ കോളേജിലാണെങ്കിൽ ഞാൻ എപ്പോഴോ നിന്നെ കയറി പ്രേമിച്ചേനേന്ന്. അല്ല, എന്റെ ഏട്ടൻ എന്റെ ചേച്ചിയും സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ചേച്ചി എന്നോ ഏട്ടനെ കയറി പ്രേമിച്ചേനേന്ന്. കാരണം ഏട്ടന്റെ ഒരു കോളേജിന്റെ ഒരു രീതി എന്ന് പറയുമ്പോ ഒരു 4 കെട്ട് പോലെയുള്ള ഒരു കോളേജാണ്. സഖാക്കൾ എന്ന് പറയുമ്പോ മുണ്ടെടുത്ത് നെഞ്ചും വിരിച്ച് നടക്കുന്ന ആളെ കണ്ടാൽ അറിയാം അത് സഖാ. ഈ 2 കാര്യവും ഈ സാമിനില്ല. ഒരു മുണ്ടുമില്ല, നെഞ്ചു വിരിക്കാനുള്ള. എനിക്ക് സഹതാപം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ് ഈ സാമിനെ കാണുന്നത്. പ്രതീക്ഷ നോക്ക്, ആ കോലത്തിലേക്ക് നോക്ക്. അപ്പോൾ മുണ്ട് കൊണ്ട് വിരിക്കാനൊരു നെഞ്ചു വേട്ടനുണ്ട്. ഓക്കെ, ശരി. അടുത്ത് ഏട്ടൻ പറഞ്ഞിരുന്ന ഒരുപാട് കോളേജിൽ അനുഭവം. എന്റെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയുന്ന ഒരാളാണ്. ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നുണ്ട് കോളേജിൽ വെച്ചാൽ അത് എന്നും വൈകുന്നേരം വീട്ടിൽ വന്ന് പറയാറുണ്ട്. ഏട്ടന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏട്ടൻ കാണുന്ന കാഴ്ചകളെല്ലാം വീട്ടിൽ പറയാറുണ്ട്. ഓക്കെ. അതായത് ഏട്ടന്റെ കണ്ണിൽ കൂടെ കണ്ട ഒരു കലാലയ ജീവിതത്തെയാണ് വരികളിലേക്ക് അല്ലെങ്കിൽ കവിതയിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട്. ഈ ഏട്ടന് തീഷ്ണമായ പ്രണയം ക്യാമ്പസിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഏട്ടൻ കല്യാണം കഴിച്ചു. ആ കുട്ടി തന്നെ കഴിച്ചോ? അതെ. സാധാരണ ഈ മാതിരി അങ്ങനെയൊന്നും അല്ലല്ലോ. ഓക്കെ. അപ്പൊ ആ ചിത്രമാണ് പ്രതീക്ഷയുടെ മനസ്സിൽ വന്നത്. തീർച്ചയായും. പ്രതീക്ഷ ഈ കവിത ചൊല്ലിയിട്ടുണ്ടോ? ചൊല്ലിയിട്ടില്ല, കവിത കേട്ടിട്ടുണ്ട്. ഈ കവിത ഈ പറഞ്ഞ പോലെ ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു കവിത എഴുതി കഴിയുമ്പോൾ അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കില്ലേ? എങ്ങനെയാ ചൊല്ലിയത്? ഈ രീതിയിലാണോ ചൊല്ലിയത്, വേറെ രീതിയിലാണോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ. ഓക്കെ. 8ാം ക്ലാസ്സിൽ പഠിച്ച കവിത എഴുതിയ സമയത്ത് പ്രതീക്ഷ എങ്ങനെയാണോ ഈ പറഞ്ഞ സഖാവ് എന്നുള്ള കവിത ചൊല്ലിയത്, ആ മൈക്ക് എടുത്ത് കൊടുക്കും, നോക്കട്ടെ, നമുക്ക് കേൾക്കട്ടെ എങ്ങനെയാണ് ചൊല്ലിയത്. നാളെ പീതപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ? നാളെ പീതപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണു. ഇങ്ങനെയാണ് പ്രതീക്ഷ കവിതയെ ശേഷം ചൊല്ലിയത്. സാമേ, നിനക്ക് എന്താ അഭിപ്രായം? എന്താണ് പറ. ഈ കവിതയുടെ ആത്മാവെന്ന് പറയുന്നത്
ഞാനിട്ട് ആ ഈണം കൂടെ ചേരുമ്പോഴാണ് സാർ ആ കാര്യത്തിൽ എനിക്കും അതിപ്പോ സാമാണ് ആ കവിത, അല്ലെങ്കിൽ എനിക്ക് 1.5 വർഷം മുമ്പാണ് ഒരു സുഹൃത്ത് വാട്സപ്പ് വഴി കേൾക്കാൻ നല്ല ഇമ്പമുള്ളൊരു ഒരു കവിതയുണ്ട്, ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഇയാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എനിക്ക് ഈ കവിത വാട്സപ്പിലേക്ക് അയച്ചു തരുന്നത്. അയച്ചു തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിയതിനൊരു 1.5 ഞെട്ടിലായിരുന്നു ഞെട്ടിയത്. ആ ഞെട്ടിൽ നിന്ന് എത്ര കാലം കഴിഞ്ഞിട്ടാണ് മുക്തിയായത്? അല്ല, ആ ഞെട്ടലിന്റെ കാരണം തപ്പിപ്പോയി കഴിഞ്ഞാൽ അത് വേറെയും പല വിവാദങ്ങൾ സൃഷ്ടിക്കും. ദൈവമേ, ഈ JB ജംഗ്ഷൻ വിവാദങ്ങളുടെ മാത്രം ഒരു വേദിയായി മാറുകയാണല്ലോ. ഓക്കെ, എന്ത് വിവാദമായിരിക്കും ഉണ്ടാവുക? ഈ കവിത 2013 ഞാൻ എഴുതി. 2013 എഴുതി. 13 ആദ്യം സാം എഴുതിയത് 12-ലാണ്. സാം 12. ഓക്കെ. ഞാൻ 2013 എഴുതി. ഈ കവിത അയച്ചു കൊടുത്തത് SFI സ്റ്റുഡന്റ് മാസികയിലേക്കാണ്. അന്ന് ആ കവിത എന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. ഇനി മറ്റൊരാളുടെ പേരിൽ പ്രസിദ്ധീകരിച്ച് വന്നതായും എനിക്കറിയില്ല. സ്റ്റുഡന്റിൽ ഈ കവിത സാമയെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടോ? സ്റ്റുഡന്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്റ്റുഡന്റ് വരുത്താറില്ല. പക്ഷെ സാമും സ്റ്റുഡന്റിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നോ? ഇല്ല, ഞാൻ സ്റ്റുഡന്റിൽ അയച്ചു കൊടുത്തിട്ടില്ല. അയച്ചു കൊടുക്കാതെ പിന്നെ ഈ കവിത എങ്ങനെ സ്റ്റുഡന്റിൽ വരുന്നത്? സ്റ്റുഡന്റില് എന്റെ സുഹൃത്ത് പിന്നീട് അത് എഡിറ്റർ ആയി കഴിഞ്ഞാൽ അത് ഈ അടുത്തിടയ്ക്കാണ്. ഈ അടുത്തിടയ്ക്കാണ്. ഓക്കെ. പക്ഷെ 2012-ലോ 13-ലോ 14-ലോ വന്നിട്ടില്ല. വന്നിട്ടില്ല. കവിത വേണേ പോപ്പുലർ ആയ ശേഷമായിരിക്കും. ഓക്കെ. അപ്പൊ പ്രതീക്ഷ, ഈ വാട്സപ്പിൽ ഈ കവിത വന്ന് വീഴുമ്പോൾ ഞെട്ടി എന്ന് പറഞ്ഞല്ലോ. ഞെട്ടിയ ശേഷം പ്രതീക്ഷ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷ എഴുതിയ കവിത ആരോ മോഷ്ടിച്ച് ഇവിടെ തന്നെ ഇരിപ്പെടുന്ന കൂട്ടിക്കോളൂ. അയാൾ മോഷ്ടിച്ച് അതിന്റെ അവകാശം അയാൾ സ്ഥാപിച്ച് അയാൾ ഒരു ആലോപനം നടത്തി അത് മൂപ്പരുടെ പേരിലേക്ക് ആക്കി എന്നുള്ളതല്ലേ? അതിനപ്പുറത്ത് ഞെട്ടലിന് വല്ല കാരണമുണ്ടോ? ഇല്ല, കാരണം 2013 ഞാൻ കേൾക്കുന്ന 1.5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ഒരു വെക്കേഷൻ. ഇപ്പൊ എന്താണ് പ്രവൃത്തി ചെയ്യുന്നത്? പ്ലസ് ടു. അന്ന് പ്ലസ് ടുലാണെന്ന്. 9-ൽ 8-ലില്ല, 9-ലില്ല, 10-ലില്ല, 11-ലില്ല, 12-ലുണ്ട് അല്ലേ? ഓക്കെ, ശരി, പറഞ്ഞു. അപ്പോ 2013 ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തൊരു കവിത പ്രസിദ്ധീകരിച്ച് വന്നിട്ടില്ല. മറ്റൊരു വ്യക്തിയുടെ പേര് പ്രസിദ്ധീകരിച്ച് വന്നത് എനിക്കറിയില്ല. ആ കവിത എവിടെ പോയെന്നും അറിയില്ല. ഞാൻ ആ കവിത സത്യത്തിൽ മറന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു കവിത എഴുതി അത് ഞാൻ എഴുതി. പക്ഷെ ആ കവിതയ്ക്ക് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ എഴുതി അയച്ചു കൊടുത്ത കവിത വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വാട്സപ്പ് വഴി ഒരു സുഹൃത്ത്, അതും ഞാൻ കേട്ടതിൽ വെച്ചുള്ള ഏറ്റവും മനോഹരമായ ഈണത്തില്, അത് എൻ്റെ പോലും ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ പാടി കിട്ടുമ്പോൾ, അതിപ്പോ സാറിനാണെങ്കിലും സാറിന്റെ മാനസികാവസ്ഥ എങ്ങനെയുണ്ടാവും സാറിനും ചിന്തിച്ചു നോക്കിക്കൂടെ? ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു ഞെട്ടലാണ് എനിക്കുണ്ടായത്. അതൊരു ഞെട്ടലല്ല, എനിക്കൊരു വളരെ, പക്ഷെ എന്നെ സംബന്ധിച്ച ഞെട്ടലായിരുന്നു. നമ്മുടെ ഒരു വലിയ വിലപിടിപ്പൊരു സാധനം ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയ പ്രതീതി അല്ലേ? വലിയ വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നില്ല. കാരണം സഖാവ് എന്ന കവിതയുടെ പേരിൽ അതാണ് ഏറ്റവും വലിയൊരു, ഞാൻ വായിച്ചതിൽ വെച്ചോ ഞാൻ എഴുതിയതിൽ വെച്ചുള്ള ഏറ്റവും നല്ല കവിത എന്ന് ഞാൻ ഒരിക്കലും പറയും. ഈ അവസാനം ചേർത്തു എന്ന് പറയുന്ന ഈ 6 വരികൾ അല്ലേ? 6 വരികൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞു ആ കവിതയുടെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഭാഗം അതാണെന്ന് പറയുന്നത്. അവസാന 6 വരികളല്ല, കാലിലും വഴിക്കുള്ളിൽ തുടങ്ങുന്ന ഒരു 6 വരികളുണ്ട്. ആ വരികൾ എനിക്ക് കാണാതെ പറയാനും പറ്റുന്നില്ല. ഇല്ല, ഞാൻ ആ കവിതയില് ആ 6 വരികൾ ആദ്യമായിട്ട് വായിക്കുന്നത് പോലും ഞാൻ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ആയിരുന്നു ഒരുപാട് മാസങ്ങളായിട്ട്. അച്ഛൻ പറഞ്ഞ ശേഷം അയ്യോ അല്ല സ്വമേധയാ കാരണം പഠിക്കാണ് തിരക്കായപ്പോ പിന്നെ സ്വമേധയാ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കളോട് പലരും പറഞ്ഞിരുന്നു, സഖാവ് ഈ ഓഡിയോ കിട്ടിയപ്പോ ഓഡിയോ അയച്ചു കൊടുത്ത് ഇത് എന്റെ കവിതയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മുൻപേ സാം അല്ല ഈ കവിത എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടതും എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇനി നമ്മള് ക്യാമറ സാമിലേക്ക് വരട്ടെ അല്ലേ? സാം, ഈ പ്രതീക്ഷ എന്നുള്ള കുട്ടി ഈ കവിത പോപ്പുലറായി, കവിത ആൾക്കാര് ആലാപനം നടത്തുന്നു. ഒരു ചെറുപ്പശ്ശേരിയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കുട്ടിക്ക് ഈ കവിത എന്റേതാണെന്ന് പറയേണ്ട കാര്യമുള്ളത്? ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിനകത്ത് വൈകാരികമായിട്ടൊരു അടുപ്പില്ലെങ്കിൽ പറയൂ. ഈ കുട്ടി സാധാരണ നുണ പറയുന്ന ഒരു കുട്ടി അല്ലാതാണ് ഞാൻ മനസ്സിലാക്കിയത്. നുണ പറയാറില്ല ശരിക്കും? സത്യം. അത് തന്നെ ഏറ്റവും വലിയ നുണയാണ്. അതാണ്. അങ്ങനെയല്ല സർ, ഞാൻ തമാശക്ക് പറഞ്ഞ നിഷ്കളങ്കയായ ഒരു കുട്ടി
ഉള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പറഞ്ഞു. ഇപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, കാര്യങ്ങൾ പറഞ്ഞല്ലോ. സാർ ഇപ്പൊ പ്രണയം ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വിട്ടത് അല്ലല്ല, ഞാൻ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ സത്യം സത്യം പറഞ്ഞു. ഞാൻ വിടാൻ ആഗ്രഹിച്ചിട്ടും ആ കുട്ടി കയറി പിടിച്ചോണ്ടിരിക്കുന്നത് അതാണ്. ഓക്കെ സാം, അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ ഒരു അവകാശവാദം ഉന്നയിക്കും. ഇങ്ങനെയുള്ള സാധാരണ സാഹചര്യ തെളിവുകൾ പ്രകാരം ആര് പറ നിന്റെ കുട്ടി ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ സാധാരണ രീതി? എനിക്കറിയില്ല, ഓരോ ആൾക്കാരനുസരിച്ചിട്ടിരിക്കും. ആര്യ പൂർണ്ണമായിട്ടും ആര്യ പ്രതീക്ഷയുടെ പക്ഷത്തേക്ക് തയ്യാറല്ല ഞാൻ. പക്ഷെ ആര്യ ഒരു പക്ഷത്തേക്ക് ഞാൻ വിടാൻ തയ്യാറുമല്ല. ആര്യ അവിടെ ഞാൻ ഇൻസുലേറ്റ് ചെയ്യട്ടെ. ഐ വോണ്ട് പുട്ട് ഹർ ഇൻടു ട്രബിൾ. സാം, ദിസ് ഈസ് ദി പിക്ചർ. എന്ത് പറയും, എന്ത് പ്രതികരിക്കാൻ കാരണം ഇതിനു മുന്നേ 3 പേരും കൂടെ ഇതിന്റെ പുറകെ ഞാനാ എഴുതിയെന്ന് പറഞ്ഞു വന്നിരുന്നു. 3 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിൻവാങ്ങി. ഞാനിത് 2012 എഴുതിയിട്ട് 2012 CMS കോളേജ് മാഗസിൻ ഉയിർപ്പ് എന്ന് പറയുന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. 2012 12-13 യൂണിയന്റെ മാഗസിൻ. കുട്ടി എഴുതി 13 ഓക്കെ. 13 എപ്പോഴാണ് എഴുതിയത്? ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസത്തില് എഴുതിയ കവിത ഒരു മാർച്ച് മാസത്തിൽ അയച്ചു കൊടുത്തു. ഫെബ്രുവരി എൻഡിൽ അയച്ചു കൊടുത്തു. ഫെബ്രുവരി എന്തായാലും 31-നും 30-ാം തീയതി അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഇല്ല, അപ്പം അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്ത കവിത സാമിന്റെ മാഗസിന് എപ്പോഴാണ് അതിന്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്? 2012-13 എന്ന് പറയുമ്പോൾ അത് മാർച്ച് ഏപ്രിൽ വരെയാണോ? ഞങ്ങളെ ക്ലാസ് തീർന്നത് മാർച്ച് ലാസ്റ്റ് കൊണ്ട് തീർന്നു ക്ലാസ്. പക്ഷെ മാഗസിൻ ഇറങ്ങിയത് കുറച്ച് വൈകിട്ടായിരിക്കും. മാഗസിൻ കാശിന്റെ ഞങ്ങൾ മാഗസിൻ സാറിന് വൈകി ഇറങ്ങുള്ളൂ അല്ലേ? വൈകി ഇറങ്ങും. പ്രതീക്ഷ അതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ടൈമിങ് അല്ലേ? യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് സൃഷ്ടികൾ ഞങ്ങള് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഓക്കെ. പലപ്പോഴും സൃഷ്ടികൾ ക്ഷണിക്കുന്നത് ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അല്ലെ? ആര്യ കോളേജ് യൂണിയന്റെ ഭാഗമാണോ? അപ്പം ഈ സൃഷ്ടികൾ ക്ഷണിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഫുൾ ഇയറിൽ ത്രൂ ഔട്ട് വരും. പിന്നെ ആര്യ അവിടുത്തെ കോളേജ് ഭാരവാഹി കൂടിയാണ്. അവസാനത്തേക്ക് അല്ലേ കോളേജ് യൂണിയൻ ഭാരവാഹി? അവസാനത്തേക്ക് വെക്കാറില്ല. വേണമെങ്കിൽ പിന്നെ ഒക്ടോബറിലും നവംബറിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാണ് സാം എഴുതി കൊടുത്തത്? 2013 ഡിസംബർ എഴുതി കൊടുത്തത് അല്ല, 12 ഡിസംബറിൽ. നമ്മളെന്തായാലും ഇത് സാമിന്റെ എന്നോ ഇത് പ്രതീക്ഷയുടെ എന്ന് പറഞ്ഞ് സ്ഥാപിക്കലല്ല നമ്മുടെ ഈ ഷോയുടെ ലക്ഷ്യം. ഇതിൽ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട വരികൾ സ്വാമി അത് അപ്പൊ ഈ കവിത ഇങ്ങനെ എടുത്ത ശേഷം ഈ കവിതയുടെ ഏതോ ഭാഗത്തേക്ക് ഒരു സാധനം കയറ്റി വെച്ചാൽ അത് നമ്മുടേതാകും. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പിടുത്തമില്ല. ബോൾ പോയിന്റ് കൊണ്ടാണോ അതോ മഷിപ്പനെ കൊണ്ടാണോ അത് കൂട്ടിച്ചേർക്കുന്നത്? ഒരു പിടുത്തമില്ല. ഇതിൽ നഷ്ടം വന്നിരിക്കുന്ന തരത്തിൽ സാമനാണ്. എന്താ കാരണം വെച്ചാൽ അവൻ കഷ്ടപ്പെട്ട് എഴുതിയ 4 കവിത കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. പ്രതീക്ഷ കേട്ടാ? കേട്ടിരുന്നല്ലേ? ആ ഒരു സഹതാപം സാമിനോട് വേണ്ടേ? അത് കരുതി ഈ കവിത എന്റെ ഞാൻ പറയണോ? അല്ലല്ല, ഓക്കെ, ആരും വിട്ടുകൊടുക്കരുത്. ഈ ഷോയിൽ ആരും നിലപാടുകൾ മാറ്റേണ്ടതില്ല. വരട്ടെ ഒരാള്. ഇപ്പോ ജനകീയമായി മാറിയ സഖാവ് എന്ന കവിത, അതിന്റെ ആലാപനം മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ കവിതയും പിറന്നു വീഴുന്നത് അതിന്റെ ആത്മാവറിഞ്ഞുകൊണ്ടുള്ള ആലാപനം ആരെങ്കിലും നടത്തണേ എന്ന പ്രാർത്ഥനയോടെയാണ്. തീർച്ചയായും ഈ കവിത തിരിച്ചറിയപ്പെടുന്നത് ഈ ആര്യദയാൽ എന്ന കുട്ടിയുടെ ആലാപന സൗന്ദര്യം കൂടെ കൊണ്ടാണ്. അത് ആ കവിത അർഹിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും കവിത ആലാപനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ കവിതയും ഇതുപോലുള്ള പല കവിതകളും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ബാലചന്ദ്രൻ ഇഞ്ചക്കട എന്ന് പറയുന്ന കവി എഴുതിയതാണെങ്കിൽ പോലും ആ കവിതയ്ക്ക് പൂർണ്ണത ഉണ്ടാകുന്നത് അത് അതിൻ്റെ ആത്മാവ് കണ്ടെത്തി ചൊല്ലപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ആ ചൊല്ലലിൻ്റെ പ്രാധാന്യം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കവിതയുടെ സംബന്ധിച്ച സംവാദമോ വിവാദമോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1. 2, ഈ കവിത പെട്ടെന്ന് ഇത്രത്തോളം ആകർഷണീയമാകാനുള്ള 2ാമത്തെ കാരണം അത് ഒരു വിപ്ലവ ബോധത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നനുത്ത പ്രണയത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ തീർച്ചയായും ഇത് എഴുതിയത് ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ആരാണോ എഴുതിയത് ആ ആളിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ കവിത എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ഇതിൻ്റെ പിന്നിൽ ഉള്ള അനുജന്മാർ അനുജത്തിമാർ നാളെയും മറ്റന്നാളും ഇത്തരം അന്വേഷണങ്ങളിലൂടെ മലയാള ഭാഷയും കവിതയും സുന്ദരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആർക്കും പരാതിയില്ലല്ലോ. എങ്കിൽ പോലും കേരളത്തിലെ മികച്ച ഒരുപക്ഷെ ചെറുപ്പക്കാര് ക്യാമ്പസുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ്
മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തിന്റെ ആലാപന രീതി പോലും എനിക്കൊന്നും ആര്യ പോലും ആ മുരുകൻ കാട്ടാക്കട കവിതയൊക്കെ ചൊല്ലിട്ടുണ്ടോ? കന്നഡ ഒരെണ്ണം ഒരു 2 വരി പാടിക്കണം. ഏതൊക്കെയാലും നമ്മൾ മുരുകൻ സാർ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്നും മുരുകൻ ഇവിടെ വരേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും മുരുകൻ വന്നിരിക്കുന്നു. അത് നിങ്ങളോട് കാണിക്കുന്ന ഒരു ബഹുമാനവും സ്നേഹമാണ്. ആര്യ വരികൾ അത്ര ഇഷ്ടംപറായിട്ടല്ലേ പറഞ്ഞു. കേട്ടുന്നേ ഉള്ളൂ, വരികൾ അത്ര. ഏതെങ്കിലും മുരുകന്റെ ഏതെങ്കിലും കവിതയുണ്ടോ? രേണുക. ആ പാടുവോ? കൊടുക്കും. ഒപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അല്ല, സഖാവ് എന്ന കവിതയ്ക്ക് ഞാനിപ്പോ എന്റേതായ ഈണത്തിൽ ചൊല്ലി തന്നില്ലേ, ആ ഒരു ഈണത്തിൽ ആ ഒരു കവിത, സഖാവ് എന്ന കവിതയ്ക്ക് ആ ഒരു ഈണം നൽകാനൊരു കാരണമുണ്ട്. അത് മുരുകൻ രേണുക എന്ന കവിതയുടെ അവിടുന്ന് കോപ്പി അടിച്ചാ ഈണം. രേണുക എന്നുള്ള കവിത അത് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് എന്റെ. ഓ, അപ്പൊ അതുകൊണ്ടാണ് ആ കവിതയ്ക്ക് അങ്ങനെ ഈണം കൊടുത്തത്. കൊടുക്ക് ആ കുട്ടിയുടെ കയ്യിലേക്ക്. ഒരു കാട്ടക്കാരുടെ രേണുക 2 വരി പോയി. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊടേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ 2 ഇലകൾ നമ്മൾ. രേണുകേ നാം 2 മേഘശകലങ്ങളാൽ അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ.